السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم. കേവലം 23 വർഷം കൊണ്ട് ഒരു ഫോട്ടോ ഇല്ലാതെ, ഒരു പ്രതിഷ്ഠയില്ലാതെ ഇന്നും അനേകം ആൾക്കാരുടെ ഇടയിൽ വളരെയധികം സ്ഥാനമുള്ള ഒരു നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. ലോകത്തെവിടെയെല്ലാം പള്ളികളുണ്ടോ അവിടെയെല്ലാം അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമം ഇങ്ങനെ സ്മരിക്കപ്പെടുകയാണ്. അതിനാൽ ലോകത്തിൽ ഏറ്റവും അധികം സ്മരിക്കപ്പെടുന്ന ഒരു നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് നാം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഇവകൾ രണ്ടുകൂടി ചേർന്നെങ്കിൽ മാത്രമേ ഷഹാദത്ത് തന്നെ ശരിയാവുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രവാചകരായിട്ട് തന്നെ അംഗീകരിച്ചെങ്കിൽ മാത്രമേ ഷഹാദത്ത് തന്നെ ശരിയാവുകയുള്ളൂ. അത്തഹിയ്യാത്തിലായാലും കുനൂത്തിലായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സലാത്തില്ല എങ്കിൽ ആ ദുആയെ അല്ലാഹു തആല കബൂലാക്കുകയില്ല. അതുകൊണ്ട് നാം പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം കൂടുതൽ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക. മഹബ്ബത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ അവൻ്റെ ചെവിയിലേക്ക് കേൾപ്പിക്കപ്പെടുന്നത് അല്ലാഹു തആല കഴിഞ്ഞാൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാതെ ജനിപ്പിച്ച തന്തയെയോ അവരെ 10 മാസം പോറ്റു വളർത്തിയ ഉമ്മയുടെയോ നാമമല്ല. 5 നേര നിസ്കാരങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സല്യൂട്ട് ചെയ്യൽ നിർബന്ധമാണ്. അസ്സലാമു അലൈക അയ്യുഹൻ നബി. അത് നാം മനസ്സിലാക്കിക്കൊണ്ട് മഹബ്ബത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം കൂടുതൽ മഹബ്ബത്ത് വെക്കുവാനും സ്നേഹിക്കുവാനും നാം ശ്രമിക്കുക. അല്ലാഹു തആല നമ്മളുടെ എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു തആല കബൂലാക്കുകയും ചെയ്യുമാറാകട്ടെ.